യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്നാൽ ഈ കൊച്ചിനെ തനിച്ചാക്കിയിട്ട് കമലാക്ഷി ഇതെവിടെ പോയി കിടക്കുക? MLA പ്രസിഡന്റിനെയൊക്കെ കാണാൻ പോയതായിരിക്കും. സുനീഷിനെ ഇറക്കിക്കൊണ്ടേ കമലാക്ഷി ചേച്ചി വരൂ. നോക്കിക്കോ. സുനീഷ് എന്തിയാ ചേച്ചി? അവര് വിട്ടില്ലേ? ഇല്ല. ചേച്ചി MLA കണ്ടായിരുന്നോ? ഞാൻ വീട്ടിൽ പോയിരുന്നു. പക്ഷേ ശിശുപാലൻ സാർ സ്ഥലത്തില്ല. ആര് പറഞ്ഞു? ഇന്ന് വൈകിട്ട് ബുദ്ധ ജംഗ്ഷനിൽ നിന്ന് കവലപ്രസംഗം നടത്തുന്നത് ഞാൻ കണ്ടതാണല്ലോ. പക്ഷേ സാറ് യാത്രയിലാന്നാണ് PA പറഞ്ഞത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ കണ്ടതാണല്ലോ. ചിലപ്പോ പ്രസംഗം കഴിഞ്ഞിട്ടായിരിക്കും യാത്ര പോയത്. പ്രസിഡന്റ് എന്തു പറഞ്ഞു ചേച്ചി? SI വിളിച്ച് വരട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. നമുക്ക് വേറൊരു വഴി ആലോചിച്ചാലോ? നമുക്ക് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാം. എന്നിട്ട് സുനീഷിനെ കടത്തിക്കൊണ്ടുവരാം. അതൊന്നും ശരിയാവില്ല. എന്നാ പിന്നെ ശരിയാവുന്ന വഴി കൊച്ചു തന്നെ പറ. ഏത് വഴിയായാലും എനിക്ക് എന്റെ മോനെ തിരിച്ചു കിട്ടണം. അല്ലെങ്കിൽ അവനെ പോലീസുകാര് തല്ലിക്കൊല്ലു. ആ സുഗുണനാണെങ്കിൽ കാണാനുമില്ല. അല്ലെങ്കിൽ അവനെ കൊണ്ടു കൊടുത്തിട്ട് എന്റെ മോനെ എനിക്ക് ഇറക്കായിരുന്നു. ഈശ്വര, എന്റെ കുഞ്ഞിന് ആപത്തൊന്നും വരുത്തല്ലേ ഭഗവാനെ. സുനീഷേ, എണീക്കടാ. എണീക്ക് സുനീഷേ. അയ്യോ, കാറ്റ് പോയോ? സുനീഷേ, ഭക്ഷണം കഴിക്ക്. എണീക്ക്. അല്ലെങ്കിൽ ചത്തുപോവും. എനിക്ക് വേണ്ട. എന്നാ അവിടെ കിടന്ന് ചാവ്. ചതിച്ചതാ എന്റെ മോനെ, ചതിച്ചതാ മോളെ. ഇതുവരെ ഒരു ചില്ലിക്കാശ് എന്റെ അലമാരേന്ന് പോലും എന്റെ മോനെ എടുത്തിട്ടില്ല. ഞാൻ അവനെ വളർത്തിയത് അങ്ങനെയാ. ഇത് മാണിക്യമംഗലത്തുകാരെ പ്രതികാരാ മോളെ. എന്റെ കുഞ്ഞിനെ അവര് മനഃപൂർവ്വം പെടുത്തിയതാ. സുനീഷേട്ടന് മാല കൊടുത്തത് ആ സുഗുണനാണെന്നല്ലേ പറഞ്ഞത്? അയാളെ കണ്ടുകിട്ടിയ സത്യം ചോദിച്ചറിയാം. അവനെ കണ്ടുകിട്ടാനോ? എന്റെ മോളെ നീ എന്തൊക്കെയായി പറയുന്നേ? അവൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പെരുങ്കള്ളനാ. പോലീസുകാർ വിചാരിച്ചാ പോലും അവനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെയാ നമ്മള്? മാണിക്യമംഗലത്തെ മാല എങ്ങനെയാ സുഗുണന്റെ കയ്യിലെത്തിയെന്ന് നമ്മൾ അന്വേഷിക്കണ്ടേ അമ്മേ? അന്വേഷിച്ചതുകൊണ്ടൊക്കെ എന്ത് ഫലാ മോളെ? എന്റെ ചെറുക്കൻ അനുഭവിക്കാവുന്നിടത്തോളൊക്കെ അനുഭവിച്ചില്ലേ? അവൻ കൊണ്ട തല്ലും അവന് നഷ്ടപ്പെട്ട മാനവും ഇനി തിരിച്ചു തരാൻ ആരെ കൊണ്ട് പറ്റൂ? അമ്മ ഇങ്ങനെ നിരാശപ്പെടാതെ. അത് ചെയ്തത് എന്റെ ഏട്ടന്മാരാണെങ്കിൽ എണ്ണി ഞാൻ കണക്ക് ചോദിക്കും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? എനിക്ക് ചെയ്യാൻ പറ്റാത്ത എന്താ അമ്മയുള്ളത്? എന്റെ സുനീശ്വരൻ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ. ആ മാല ആരാ സുഗുണന് കൊടുത്തേന്ന് മാത്രം ഇനി അറിഞ്ഞാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഞാൻ പറഞ്ഞില്ലേ, സുഗുണനെ കണ്ടെത്താൻ വലിയ പ്രയാസാ. ഇങ്ങനെ ഓരോ മോഷണം കഴിയുമ്പോഴും അവൻ മുങ്ങും. പിന്നെ ദൈവത്തിന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. പഠിച്ച കള്ളനവൻ.
ആ പഠിച്ച കള്ളൻ എന്തിനാ എന്റെ സുനീഷേട്ടനെ ചതിച്ചെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. അവനെ മാണിക്യമംഗലത്താര് വിലക്കെടുത്തു, അല്ലാതെന്താ. മോളും കേട്ടതല്ലേ, ആ സുഗണനുമായിട്ട് കമ്പനി കൂടല്ലേന്ന് ഞാൻ എത്ര വട്ടം ആ ചെറുക്കനോട് പറഞ്ഞതാ. അവനനുസരിച്ചോ? അവന് അത്രയ്ക്കും വിശ്വാസമായിരുന്നു അയാളെ. എന്നിട്ടിപ്പ എന്തായി? എന്റെ കൊച്ചിന്റെ ഭാവി പോയില്ലേ? കള്ളൻ എന്ന പേര് ഈ ജന്മം മായോ? മായും, മായ്ക്കണം. അമ്മ കരയരുത്. സുനീഷേട്ടന് ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ സുനീഷേട്ടനെ പുറത്തിറക്കും. തെറ്റ് ചെയ്യാനോ? എന്റെ മോനോ? പ്രായത്തിന്റെ ആവേശം കൊണ്ട് അവൻ പല പരാക്രമങ്ങളും നടത്തിയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ അതിനൊക്കെ കൂട്ടു നിന്നിട്ടുമുണ്ട്. പക്ഷെ എന്റെ മോൻ ഒരിക്കലും ഒരു കള്ളനല്ല. മോൾക്കറിയോ, 10ാം ക്ലാസ് കഴിഞ്ഞ് പണിയൊന്നും ഇല്ലാതിരുന്നപ്പോ ഒരിക്കൽ അവൻ ഒരു ഓട്ടോറിക്ഷക്കാരന്റെ വേഷം കെട്ടി. അന്ന് ആലപ്പുഴയിലെ സ്വർണ്ണക്കടയുടെ മുന്നിൽ നിന്ന് ഒരച്ഛനും മോളും അവന്റെ വണ്ടി കയറി. അവര് വണ്ടിയിൽ മറന്നു വെച്ചതേ 50 പവനും 2 ലക്ഷം രൂപയാ. എന്റെ ചെറുക്കൻ അവരെ തേടി പിടിച്ച് ആ കാശ് തിരിച്ചു കൊടുത്തു. പിറ്റന്നാ ആ പെങ്കൊച്ചിന്റെ കല്യാണായിരുന്നു. പണ്ടും പണവും പോയി ആത്മഹത്യ ചെയ്യാൻ നിൽക്കുമായിരുന്നു അവര്. അന്ന് നാട്ടുകാരൊക്കെ നോക്കി നിൽക്കുമ്പോ എന്റെ ചെറുക്കന്റെ കാല് പിടിച്ച് ആ അച്ഛൻ പറഞ്ഞത് എന്താണെന്നറിയോ? ദൈവവാ മോനെ നീ എന്ന്. അവനൊരു കള്ളനായിരുന്നെങ്കിലേ ആ കാശും പണ്ടും തിരിച്ചു കൊടുക്കണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതും കൊണ്ട് നാട് വിട്ടാ പോരായിരുന്നോ? എന്റെ മോൻ കള്ളനല്ല മോളെ, ഒരു സാധുവാ, പരമസാധു. എന്റെ ഈശ്വരാ, എന്റെ മോൻ. അമ്മേ, അറിയില്ലേ അമ്മേ? അമ്മേ, അയ്യോ, എന്റെ മോനെ. ഞാൻ നായരേട്ടനെ ബുദ്ധിമുട്ടിക്കല്ലോ. എനിക്കെന്ത് ബുദ്ധിമുട്ട്? നിങ്ങൾ എന്റെ കൂടെ താമസിക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? എനിക്ക് ഇങ്ങനെ ഒരു വീട് ശരിയാക്കി തന്നത് എന്നെ സുഗുണനല്ലേ? അതൊക്കെ ശരിയാ. അതിന് ചേട്ടൻ വാടക കൊടുക്കുന്നുണ്ടല്ലോ. അത്ര വലിയ അഭിമാന പ്രശ്നമാണെങ്കിൽ സുഗുണൻ ഒരു കാര്യം ചെയ്യും, പാതി വാടക ഇങ്ങ് വന്നേക്ക്. അയ്യോ, ഞാൻ അധിക ദിവസമൊന്നും ഉണ്ടാവില്ല. ഏറി വന്ന ഒരു 4 ദിവസം. എന്നാ പിന്നെ മിണ്ടാതെ മര്യാദയ്ക്ക് ഇവിടെ നിന്നോണം. പിന്നെ ആകെയുള്ളൊരു ബുദ്ധിമുട്ട്, ഞാൻ എന്നും കാലത്തെ കൃത്യം 4 മണിക്ക് ഉണരും. ബ്രഹ്മമുഹൂർത്തത്തിൽ കുളിയും ജപവും എനിക്ക് നിർബന്ധ. തറവാട്ടെന്ന് ചെറുപ്പത്തിലേ കിട്ടിയ ശീലമാണേ. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാ. എനിക്ക് ആത്മീയതയിൽ ചെറിയ പിടിപാടൊക്കെ ഉണ്ട്. അത്യാവശ്യം ഭസ്മം ജപിച്ചു കൊടുക്കേ, ചരട് ജപിച്ചു കൊടുക്കുകയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ആഹാ, അത് കൊള്ളാലോ. എന്നിട്ട് ഇതുവരെ അതൊന്നും പറഞ്ഞില്ലല്ലോ. അതിനുള്ള സാഹചര്യം ഒത്തു വന്നില്ല. ആ, അതും നേരാ. അല്ല, സുഗുണൻ എന്ത് കേസിൽ പെട്ടെന്നാ പറഞ്ഞേ? അതൊരു ചെറിയ മാലമോഷണ കേസ്. മോഷണ കേസോ? അതേ നായരേട്ടാ, മോഷണ കേസാ. പക്ഷെ ഞാൻ നിരപരാധിയാ. ഞാൻ മനസാവാച കർമ്മണ അറിയാത്ത കാര്യം എന്റെ ഒറ്റ പെങ്ങള് സിന്ധു ടൗണിലൊരു കോടീശ്വരന്റെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുക. അവളുടെ മോലാളിയുടെ അനുജൻ അവൾക്കൊരു മുത്തുമാല കൊടുത്തു. അത് വജ്രമാലയാണെന്നറിയാതെ ഞാൻ അതെന്റെ ഒരു കൂട്ടുകാരന് വിൽക്കാൻ കൊടുത്തു. സംശയം തോന്നി സ്വർണ്ണക്കടക്കാരൻ അവനെ പോലീസിന് ഒറ്റുകൊടുത്തു. പോരാത്തതിന് ആ മാല മോഷണം പോയാന്ന് പറഞ്ഞ് ആ വീട്ടുകാരുണ്ട് കേസും കൊടുത്തു. അവനെ പോലീസ് തല്ലിയപ്പോ അവൻ എന്റെ പേര് പറഞ്ഞു കൊടുത്തു. അങ്ങനെ നാട്ടിലും വീട്ടിലും നിൽക്കാൻ വയ്യാതെ വന്നപ്പോഴാ ഞാൻ ഒളിവിൽ പോന്നത്. നല്ല ആത്മകഥ. അതിരിക്കട്ടെ, മുതലാളിയുടെ അനിയൻ എന്തിനാ തന്റെ പെങ്ങക്ക് മാല കൊടുത്തത്? സ്നേഹം കൊണ്ട്. ഓ, എന്നാലും അതൊരു വല്ലാത്ത സ്നേഹമായിപ്പോയി. വല്ലാത്ത വിശപ്പ്
കഴിക്കാൻ വല്ല ഇരിപ്പുണ്ട നാരേട്ടാ? ആ ജംഗ്ഷനിലെ കടയിൽ നിന്ന് വാങ്ങിച്ച 2 പൊറോട്ടയും ബീഫും ഇരിപ്പുണ്ട്. പപ്പാതി കഴിക്കാം. പൂജയും ദേവാരൊക്കെ നടത്തുന്ന നാരേട്ടൻ ബീഫ് കഴിക്കൂ? എടോ ബീഫ് വെജല്ലേടോ? ആണാ? ആ പിന്നെ എന്റെ സുഗുണ, പച്ച പുല്ലും വൈക്കോലും പിണ്ണാക്കും മാത്രം തിന്നുന്ന കാള എങ്ങനെയാണോ നോൺ വെജ് ആവുന്നത്? അയ്യോ, ഞാനത് ഓർത്തില്ല. താൻ പോയി കൈ മുഖമൊക്കെ കഴിയിട്ട് വാ, ഞാൻ വിളമ്പാം. ഒരു പൊറോട്ടയും പാതി ബീഫും തിന്നാനല്ലേ? ഇതൊക്കെ മതി. നാരേട്ടൻ എടുത്തുണ്ടോ?